ബാർക്കോഴ കേസിൽ കേരള കോൺഗ്രസിന്റെ അപ്പീൽ നീക്കം. പാർട്ടിയുടെ പേരിൽ നേരിട്ട് നൽകാതെ മാണിയുടെ വിശ്വസ്തൻ വഴി അപ്പീൽ പോകാനാണ് നീക്കം. തിരുവനന്തപുരത്ത് നിന്നും MR സജേഷ്, രാഷ്ട്രീയ നീക്കം, നിയമപരമായ നീക്കം, ഇത് രണ്ടും ഏതു തരത്തിലാണ് ഇപ്പോൾ മാണിക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴി? അത് ഏതാണ് മാണി സ്വീകരിക്കുന്നത്? പ്രദീപ്, തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതിനുള്ള കേരള കോൺഗ്രസിന്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുള്ള ആലോചനകൾ KM മാണിയുമായി അടുത്ത് നിൽക്കുന്നവർ നടത്തി. കേരള കോൺഗ്രസ് നേരിട്ട് അപ്പീൽ നൽകാതെ KM മാണിയുമായി അടുപ്പമുള്ള തൊടുപുഴ സ്വദേശി സണ്ണി ജോസഫാണ് ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകുക. ഇന്ന് തന്നെ റിവിഷൻ ഹർജി നൽകുന്നതിനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. സണ്ണി ജോസഫ് ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട്. സണ്ണി ജോസഫ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും KM മാണിക്ക് വേണ്ടി കക്ഷി ചേർന്നിരുന്നു. KM മാണിക്കെതിരെ 9 ഹർജികളായിരുന്നു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഉണ്ടായിരുന്നത്. വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ 9 ഹർജികളും. എന്നാൽ ഈ റിപ്പോർട്ട് തള്ളരുതെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു. അന്ന് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ശ്രീകുമാറാണ് സണ്ണി ജോസഫിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. ആ ഘട്ടത്തിൽ തന്നെ വിജിലൻസിന്റെ പ്രോസിക്യൂട്ടർമാർ വാദിച്ചാൽ കേസ് ജയിക്കില്ലെന്ന ഭയമാണോ KM മാണിക്ക് എന്ന ചോദ്യം ഈ ഹർജിക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതേ വ്യക്തി ഹൈക്കോടതിയിലും റിവിഷൻ ഹർജിയുമായി പോകുന്നു. വിജിലൻസിന്റെ ഇന്നലത്തെ കോടതി ഉത്തരവിനെതിരെയാണ് നീക്കം. കോടതി ഉത്തരവിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ KM മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പ്രതീതി ഉണ്ടായി. അക്കാര്യത്തിൽ അത് റദ്ദാക്കുന്ന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് സണ്ണി ജോസഫിന്റെ റിവിഷൻ ഹർജി നൽകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ AGയും മുഖ്യമന്ത്രിയുമായി തിരക്കിട്ട ചർച്ചകൾ റിവിഷൻ ഹർജിയുടെ കാര്യത്തിൽ നടന്നിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അതിലേക്ക് പോകണ്ട എന്ന തരത്തിലുള്ള നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചത്. വിജിലൻസ് ഡയറക്ടർക്കെതിരെ കോടതി നടത്തിയ പരാമർശങ്ങൾ മുൻനിർത്തിയാകും വിജിലൻസ് വകുപ്പ് റിവ്യൂ ഹർജിയുമായി മുന്നോട്ട് പോവുക. അതേ സമയത്ത് തന്നെ KM മാണിക്കെതിരെ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള KM മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പരാമർശങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാകും കേരള കോൺഗ്രസിന്റെ റിവിഷൻ ഹർജി പോവുക. അത് പാർട്ടി നേരിട്ട് നൽകാതെ KM മാണിയുമായി അടുപ്പം പുലർത്തുന്ന തൊടുപുഴ സ്വദേശി സണ്ണി ജോസഫ് വഴിയായിരിക്കും ഈ അപ്പീൽ നീക്കം നടക്കുക. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, ഇപ്പോഴുള്ള ഈ നീക്കം നിയമപരമായി ഏതു തരത്തിലാണ് കാണുക? ഇതിപ്പം ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ള സ്പെഷ്യൽ ജഡ്ജിന്റെ ഓർഡർ എന്ന് പറയുന്നത് അത് നൈദർ റിവൈസബിളും അല്ല, അപ്പീലബിളും അല്ല. അപ്പീലബിൾ അല്ല, അത് റിവൈസബിളും അല്ല. അതിനെതിരെ റിവിഷന് നിൽക്കത്തില്ല, അപ്പീല് നിൽക്കത്തില്ല. ഏതു സാഹചര്യത്തിലാണ് താങ്കൾ അത്തരം ഒരു നിലപാട് വിശദമാക്കുക? ഇതൊരു ഇന്റർലോക്യൂട്ടറി ഓർഡറാണ്. അതുകൊണ്ട് ഇതൊരു ഇന്റർലോക്യൂട്ടറി ഓർഡറാണ്. അതായത് ഒരു പ്രൊസീഡിംഗ്സിന്റെ ഇടയിൽ വരുന്ന ഒരു ഉത്തരവാണ്. അപ്പൊ 2 തരത്തിലുള്ള ഉത്തരവുകളുണ്ട്, ഫൈനൽ ഓർഡേഴ്സ് ആൻഡ് ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ്. ഇതിനകത്ത് അന്വേഷണം പൂർത്തീകരിച്ച ഒരു കേസിനകത്ത് ഒരു റഫർ റിപ്പോർട്ട് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള പോയിന്റ് ആണ്. ആ പോയിന്റ് മേലുള്ള ഒരു ഉത്തരവാണ് ജഡ്ജി പാസ്സാക്കിയിരിക്കുന്നത്. ഈ ഓർഡർ എന്ന് പറയുന്നത് ഇന്റർലോക്യൂട്ടറി ഓർഡറാണ്. അപ്പൊ ഇന്റർലോക്യൂട്ടറി ഓർഡറിനെതിരെ റിവിഷൻ നിൽക്കത്തില്ല. അതിന് സെക്ഷൻ 397 സബ്സെക്ഷൻ 2 CRPC പ്രകാരം ബാറുണ്ട്. അതിന് റിവിഷൻ നിൽക്കത്തില്ല. അതായത് ഈ കോടതി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, റഫർ റിപ്പോർട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ കോടതി അവിടുത്തെ പരാമർശം ഏറ്റവും ഒരുപക്ഷെ അംഗീകരിക്കുന്നതും മറുഭാഗം അംഗീകരിക്കാത്തതും, അത് 25 ലക്ഷം രൂപയുടെ കോഴ, ആദ്യഘട്ടത്തിൽ 15ഉം രണ്ടാം ഘട്ടത്തിൽ 10 ലക്ഷം രൂപയും കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ കേസ് എന്ന് കോടതിയുടെ പരാമർശം. ആ പരാമർശം നീക്കി കിട്ടുക അത് എത്രമാത്രം സാധ്യതയാണ്? കോടതിയുടെ വെർഡിക്റ്റിനെ കുറിച്ചല്ല പറയുന്നത്. ആ മാറ്റി കിട്ടുക എന്നുള്ളൊരു അപേക്ഷ കോടതിയിലേക്ക് പോകുന്നു. റഫർ റിപ്പോർട്ട് തുടരന്വേഷണം നടത്തുക, ബാക്കി കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി, അത്തരത്തിലല്ലേ കോടതി ഉത്തരവ്? അങ്ങനെയാണെങ്കിൽ ഇത്തരം നീക്കങ്ങളെ ഏത് തരത്തിലുള്ള നിയമപരമായ തന്ത്രമെന്നായിരിക്കും താങ്കൾ വിലയിരുത്തുക? അല്ല, ഇതിനകത്ത് അത് കറക്റ്റ് ആയിട്ടുള്ള തന്ത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാണിയെ സംബന്ധിച്ച് ജഡ്ജി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കണ്ടെത്തിയതിനു ശേഷമാണ് പ്രഥമ ദൃഷ്ട്യാ ഒരു മെറ്റീരിയൽസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ജഡ്ജി പറഞ്ഞത്. എന്നുവെച്ചാൽ അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് അന്വേഷണത്തെ പ്രിജുഡൈസ് ചെയ്യും. അതുകൊണ്ട് ആ ഫൈൻഡിങ്സ് മാത്രമായിട്ട് ഞങ്ങൾക്കൊന്ന് മാറ്റിക്കിട്ടണം എന്ന് പറഞ്ഞൊരു ഹർജിയുമായിട്ട് മാണിക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ പോവാം. പക്ഷെ കേരള കോൺഗ്രസിന്റെ ഒരു നേതാവിന് ഹൈക്കോടതി പോകുന്നതിനെ പറ്റിയുള്ള ലോക്കൽ സ്റ്റാൻഡി തർക്ക വിഷയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് വാദിയും മാണി പ്രതിയുമായിട്ടുള്ളൊരു കേസാണ്. ഈവൻ ബിജു രമേശ് പോലും അല്ല ഈ കേസിനകത്തെ വാദി. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും കക്ഷി ചേർന്നിരുന്നു.
അത് വേറെ കാര്യം. അത് കോടതിക്ക് ഒരു കോടതിക്ക് ഒരാളെ കേൾക്കാനായിട്ടുള്ള അവകാശവും അധികാരവും ഉണ്ട്. ഇപ്പൊ ആര് ഒരു കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താലും അയാൾ കേൾക്കണോ വേണ്ടോ എന്നുള്ളൊരു അധികാരം കോടതിക്കുണ്ട്. അതുകൊണ്ട് മാത്രം കോടതി കേട്ടുവെന്നേ ഉള്ളൂ. പക്ഷെ നിയമപരമായിട്ട് അയാളെ കേൾക്കേണ്ട ബാധ്യത കോടതിക്കില്ല. അതായത് ഒരു ബേസ് ലെവൽ അഡ്വക്കേറ്റ്, അവിടുത്തെ ഒരു സംശയം, അവിടെ ഒരു ബേസ് ലെവൽ ആയിരുന്നു. അവിടെ റഫർ റിപ്പോർട്ടാണ് കോടതിയുടെ മുന്നിൽ വന്നിരുന്നത്. ആ റഫർ റിപ്പോർട്ട്, അതായത് വസ്തുതാവിവര റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു ഭാഗത്ത്, റഫർ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് വേറൊരു ഭാഗത്ത്. ഇത്തരം കോൺട്രഡിക്ഷൻസ് കോടതിയുടെ മുന്നിൽ വലിയ തോതിൽ വന്നപ്പോൾ ഈ റഫർ റിപ്പോർട്ട് നിൽക്കുകയോ എന്നതായിരുന്നു കോടതിയുടെ മുന്നിലുള്ള വാദം. അതിനാണ് കക്ഷികളെ കണ്ടത്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു റഫർ റിപ്പോർട്ട് നിൽക്കില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് അതോറിറ്റി, മേലുദ്യോഗസ്ഥനല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകളിൽ ഇന്ന കാര്യങ്ങൾ പ്രിമാ ഫേസിയാണ്. 25 ലക്ഷം രൂപ മാണി പ്രസ്തുത കേസിൽ കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. ബാക്കി അന്വേഷണത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. അത് കോഴയുമായി ബന്ധപ്പെട്ടാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം വ്യക്തികളെ കോടതിക്ക് കേൾക്കാം. അപ്പീൽ അല്ലെങ്കിൽ റിവിഷൻ എന്നുള്ള മേൽക്കോടതിയുടെ നടപടിക്രമങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ കേസ് നീട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ആ കോടതി അതിന്റെ വിധി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ചില പ്രചാരണ തന്ത്രങ്ങൾ അത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അല്ല, ഇതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ സ്റ്റേ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഇല്ലാന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേ ചെയ്യുന്ന ഒരു ഉത്തരവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഓർഡിനറി ആയിട്ട് ഒരു ഹൈക്കോടതി പ്രവർത്തിപ്പിക്കുന്ന ഒരു ഓർഡർ അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡിനറി ഓർഡർ. ഫണ്ടമെന്റൽ ആയിട്ട് ഒരു ഡിഫക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ള ഒരു ഓർഡർ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത്, ഈ മാണിക്ക് വേണ്ടി ഈ സണ്ണി ജോസഫ് നടത്തുന്നത് ഒരു നിയമപരമായി നിലനിൽക്കാത്തൊരു കാര്യം, അങ്ങനെ താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? സണ്ണി ജോസഫ് എങ്ങനെയാണ് അഗ്രീഡ് ആവുക? മാണിക്ക് ഇതിന്റെ ചാർജ് കൊടുത്താൽ സണ്ണി ജോസഫ് ഗോയിങ് ടു ബി അഗ്രീഡ്? അങ്ങനെയാണെങ്കിൽ കേസിനകത്ത് പ്രതി അതാണ്. അങ്ങനെയാണെങ്കിൽ മാണിക്ക് വേണ്ടി, അങ്ങനെയാണെങ്കിൽ ശരിയല്ല, അതുകൊണ്ട് പ്രതിയെ രക്ഷപ്പെടുത്തണമെന്ന്. യെസ്, അങ്ങനെയാണെങ്കിൽ മാണിക്കെന്ന് പറഞ്ഞ് മാണിയുടെ വിശ്വസ്തനായ ഒരാൾ മേൽക്കോടതിയെ സമീപിക്കുന്നത് നിയമപരമായി അസാംഗത്യമുണ്ട്. സർ, ഈസ് ദെയർ എ പവർ ഓഫ് അറ്റോർണി ടു ഡു എ ക്രൈം? ഒരു ക്രിമിനൽ ആക്ട് ചെയ്യാൻ ആർക്കെങ്കിലും പവർ ഓഫ് അറ്റോർണി കൊടുക്കാൻ പറ്റുമോ? അപ്പോഴും യെസ്, അത് താങ്കൾ ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. യു ക്യാൻ ഡു ഒരു പവർ ഓഫ് അറ്റോർണി നിങ്ങൾക്ക് കൊടുക്കാം. ഒരു കാർ മേടിക്കാൻ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കാം. ഒരു വസ്തു വാങ്ങിക്കാൻ പവർ ഓഫ് അറ്റോർണി കൊടുക്കാം. ഒരു ക്രൈം ചെയ്യാനായിട്ട് ഒരു പവർ ഓഫ് അറ്റോർണി കൊടുക്കാമോ? സിവിൽ കേസിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന അത് വേറെ കാര്യം. സീനോറിയോ ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് അഗ്രീഡ് ആയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ദാറ്റ് ഈസ് മിസ്റ്റർ കെ എം മാണി. വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത്, അത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, നിയമത്തെ ഇങ്ങനെ നിൽക്കാത്ത കാര്യങ്ങൾ വഴി നിയമത്തെ സമീപിക്കുക, ആർക്കും ഒരു ഹർജിയുമായി ഏത് കോടതിയിലും കടന്നു ചെല്ലാം. അതിനിടയിൽ കിട്ടുന്ന ഒരു സമയം, ആ സമയം ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമാണ്. ഒരാൾ ഇന്ന് അപ്പീൽ കൊടുക്കുക, നാളെ അതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോടതി നടപടികളെ ചൂണ്ടിക്കാണിക്കുക. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. അങ്ങനെ ഒരു പുകമറയിടാൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഒരു തന്ത്രപരമായി നിയമ നടപടികളെ ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു എന്നൊരാൾ വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനത്തിന് എത്രമാത്രമാണ് നിലപാടുണ്ടാവുക? നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറി, അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പിണറായി വിജയൻ അതിനെപ്പറ്റി സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ മാണി നടത്തുന്ന ഇത്തരം നീക്കം അത്തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. പിണറായി വിജയൻ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു നോക്കൂ. അദ്ദേഹം പറഞ്ഞ പോയിന്റിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തിച്ചെത്തിരിക്കുക. അദ്ദേഹം പറഞ്ഞ പോയിന്റ്. അദ്ദേഹം പറഞ്ഞത് യാതൊരു തരത്തിലുള്ള ഒരു കാര്യം ഇടപെട്ടിട്ട് ഇതിന് പുകമറ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാൻ പാടില്ല, ഇതൊരു പൊളിറ്റിക്കൽ മാറ്റർ ആവാൻ പാടില്ല എന്നുള്ളതല്ലേ പിണറായി വിജയൻ പറഞ്ഞത്. യെസ്, വളരെ വ്യക്തമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത് പ്രതികരിച്ചതിന്. എം.ആർ. സജേഷ്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര് പോകുന്നു? പോകാൻ കഴിയാത്ത ഒരു നിയമവശം അവിടെ നിൽക്കുന്നുണ്ട്. സണ്ണി ജോസഫിന് മേൽക്കോടതിയെ സമീപിക്കാൻ യാതൊരു ലോക്കൽ സ്റ്റാൻഡും ഇല്ല. അത്തരമൊരു അവസ്ഥയിൽ അങ്ങനെ ഒരാളെ കൊണ്ട് കെ എം മാണി നടത്തുന്നത് രാഷ്ട്രീയ നീക്കമെന്നാണ് നിയമ വിദഗ്ധൻ വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ നീക്കത്തിന്റെ പ്രസക്തി നിലവിൽ എത്രമാത്രമാണ്? വളരെ ചുരുക്കി പ്രദീപ്, തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും സണ്ണി ജോസഫ് ഇത്തരത്തിൽ കക്ഷി ചേരാൻ ശ്രമിക്കുമ്പോൾ ഈ ലോക്കൽ സ്റ്റാൻഡിംഗ് ഇല്ല, സണ്ണി ജോസഫിന് കക്ഷി ചേരാനാകില്ല എന്നതായിരുന്നു മറ്റ് 9 ഹർജിക്കാരുടെയും വാദം. എന്നാൽ കോടതി ഈ സണ്ണി ജോസഫിൻ്റെ ഹർജി അംഗീകരിക്കുകയായിരുന്നു. സണ്ണി ജോസഫ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കക്ഷിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് റിവിഷൻ പെറ്റീഷൻ പോകുന്നത്. അത് കേരള കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശമാണ്. വ്യക്തമാണ് എം.ആർ. സജേഷ്. ഇപ്പോൾ മാണിയുടെ വിശ്വസ്തൻ സണ്ണി ജോസഫ് വഴി മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ ശ്രമം രാഷ്ട്രീയ തന്ത്രമെന്നാണ് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത് വിലയിരുത്തുന്നത്.